നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇത് 4 പോരാളികളുടെ കഥയാണ്. ഡൽഹിയിലെ രാഷ്ട്രപതി ഭവൻ കൾച്ചറൽ സെൻറ്ററിൽ ജൂൺ 11-ാം തീയതി നീതി ആയോഗിൻ്റെ 11-ാം ജനറൽ കൗൺസിൽ മീറ്റിംഗ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ ഒരു റിപ്പോർട്ട് അവതരിപ്പിക്കുന്നു. ഇൻക്ലൂസീവ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഫോർ വികസിത് ഭാരത് 2047. ഇന്ത്യയിലെ 28 മുഖ്യമന്ത്രിമാർ പങ്കെടുത്ത ഗവേണിംഗ് കൗൺസിൽ. അവിടെ ശ്രദ്ധേയമായ 4 മുഖങ്ങൾ, 4 സംസ്ഥാനങ്ങൾ, 4 നേതാക്കൾ, ഒരൊറ്റ സന്ദേശം. ദേശീയ മാധ്യമങ്ങൾ ആ നേതാക്കളെ വിശേഷിപ്പിച്ചത് മറ്റൊരു തലത്തിൽ. ഡൽഹിയിലേക്ക് അവർ ഒന്നിച്ച് നടന്നു ചെന്നു. BJPയോട് നിങ്ങളുടെ വിജയയാത്ര ഇവിടെ അവസാനിക്കുന്നുവെന്ന് അവർ പറയുന്നു. BJP നേതൃത്വത്തിന് മുന്നിൽ നട്ടെല്ലുയർത്തി നിന്ന ആ അത്ഭുത 4 സംഘം. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിപ്പോൾ തർക്കിക്കുന്നത് സഖ്യങ്ങളെക്കുറിച്ചാണ്. TV സ്റ്റുഡിയോകൾ ജാതി സമവാക്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. അതിനിടയിൽ തലസ്ഥാനത്തെ നീതി ആയോഗ് കോൺഫറൻസ് റൂമിൽ ചരിത്രപരമായ ഒരു സംഭവം. 4 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ നീതി ആയോഗ് യോഗത്തിലേക്ക് ഒന്നിച്ച് നടന്നു ചെല്ലുന്നു. അവർ അവിടെ ഇരുന്ന് സംസാരിച്ചു. അവർ രഹസ്യം പറയുകയായിരുന്നില്ല, മറിച്ച് അവർ ഉറക്കെ തന്നെ സംസാരിച്ചു. അവരുടെ സംഭാഷണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി സാഗൂതം കേട്ടിരുന്നു. ഇത് വെറുമൊരു പ്രോട്ടോകോൾ തികയ്ക്കലായിരുന്നില്ല, ഒരു മര്യാദ പ്രകടനമായിരുന്നില്ല. ഇത് കേന്ദ്രത്തിലെ BJP ഭരണത്തിന് നേരെ കൃത്യമായി ചൂണ്ടുവിരലുയർത്തിയ സംഭവമാണ്. ഒരു സംഘടിത അധികാര പ്രകടനമെന്നാണ് ഇപ്പോൾ ഉത്തരേന്ത്യൻ മാധ്യമങ്ങൾ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. പലപ്പോഴും രാഷ്ട്രീയത്തെ നമ്മൾ വിലയിരുത്തുന്നത് ദ പവർ ഇൻ നമ്പേഴ്സ് എന്ന തലത്തിലാണ്. എന്നാൽ ഈ 4 സംഘം പ്രതിനിധീകരിക്കുന്നത് ഭാരതീയ രാഷ്ട്രീയത്തിലെയും സമ്പദ് വ്യവസ്ഥയിലെയും വൻ ശക്തിയെ. 104 ലോക്സഭാ സീറ്റുകളെയാണ് അവർ പ്രതിനിധീകരിക്കുന്നത്. അതായത് പാർലമെന്റിൽ ആകെ സീറ്റുകളുടെ ഏകദേശം 19%, 26% GDP. ഇന്ത്യയുടെ ആകെ ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ കാൽഭാഗത്തിലധികവും വരുന്നത് ഈ 4 സംസ്ഥാനങ്ങളിൽ നിന്ന്. ഇന്ത്യൻ സർക്കാരിലേക്ക് 30% നികുതി വിഹിതം നൽകുന്ന 4 സംസ്ഥാനങ്ങൾ നയിക്കുന്നവർ. രാജ്യത്തിൻ്റെ നേരിട്ടുള്ള നികുതി വരുമാനത്തിൻ്റെ ഏകദേശം 30% സംഭാവന ചെയ്യുന്നത് ഇവരാണ്. ഇവരിൽ ആരും തന്നെ നിലവിൽ BJP സഖ്യത്തിൻ്റെ ഭാഗമല്ല. എല്ലാവരും BJPയുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരെ നിൽക്കുന്നു. അതെ, ആ അത്ഭുത 4 സംഘം ഇവരാണ്. കേരളത്തിൻ്റെ VD സതീശൻ, തെലങ്കാനയുടെ രേവന്ത് റെഡ്ഡി, കർണാടകയുടെ DK ശിവകുമാർ, തമിഴ്നാടിൻ്റെ ജോസഫ് വിജയ്. ആ 4 സംഘം നടന്നു നീങ്ങുമ്പോൾ ഇളയ ദളപതി വേറിട്ട് നിൽക്കുന്നു. ഇന്ത്യ ഇന്ന് പരിശോധിക്കുന്നത് ഈ 4 പേർ ആരാണെന്നും ഇവർ ഒത്തുചേരുമ്പോൾ എന്തു മാറ്റമാണ് ഇനി ഇന്ത്യക്ക് സംഭവിക്കുന്നതെന്നും. BJPയുടെ മിഷൻ സൗത്ത് അഥവാ ദക്ഷിണേന്ത്യൻ അധിനിവേശം തടഞ്ഞു നിർത്താൻ ഇപ്പോൾ ഉയർന്നു വന്ന 4 താരങ്ങൾ. ഈ നേതാക്കൾക്ക് BJPയുടെ ദക്ഷിണേന്ത്യൻ അധിനിവേശം തടഞ്ഞു നിർത്താൻ കഴിയുമോ? 4 സംഘത്തിലെ കരുത്തരെക്കുറിച്ചാണ് ഇന്ത്യ ഇപ്പോൾ സംസാരിക്കുന്നത്. ആശയങ്ങളുടെ കരുത്തുമായി VD സതീശൻ അവർക്ക് മുന്നിൽ നിൽക്കുന്നു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തലസ്ഥാനത്ത് തലയുയർത്തി നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ തോളോട് തോൾ ചേർന്ന് മറ്റ് 3 പേർ. ഈ കൂട്ടുകെട്ടിൻ്റെ ബൗദ്ധിക അടിത്തറയെന്നാണ് VD സതീശനുള്ള വിശേഷണം. 6 തവണ MLA ആയ അദ്ദേഹം ജനിച്ചതും വളർന്നതും ഒരു പോരാളിയായി. തൊഴിൽപരമായി അദ്ദേഹം അഭിഭാഷകനാണ്. ഒരു കുടുംബ മഹിമയോ രാഷ്ട്രീയ പാരമ്പര്യത്തിൻ്റെ പിൻബലമോ ഇല്ലാതെ രാഷ്ട്രീയത്തിലെത്തിയ ഒരു നേതാവ്. കേരളത്തിൽ ഇടതുപക്ഷ സർക്കാരിനെതിരെ നീണ്ട 5 വർഷം അദ്ദേഹം പോരാട്ടം നടത്തി. ഓരോ വാദമുഖങ്ങളിലും കൃത്യതയോടെ ഇടപെട്ടു. UDFനെ താഴെത്തട്ടിൽ നിന്നുകൊണ്ട് അദ്ദേഹം നയിച്ചു. ആശയങ്ങൾ കൊണ്ട് മാത്രം തെരഞ്ഞെടുപ്പ് ജയിക്കാം എന്ന് തെളിയിച്ച ഒരു വ്യക്തി. ഈ 4 സംഘത്തിലെ ബൗദ്ധിക പോരാളിയായി VD സതീശനെയാണ് മറ്റുള്ളവർ കാണുന്നത്. ബൗദ്ധികവും ധാർമ്മികവുമായ നട്ടെല്ല്, അത് VD സതീശനിൽ വളരെ ശക്തം. കരുത്തിൻ്റെ മുഖമാണ് രേവന്ത് റെഡ്ഡി. പോരാട്ടവീര്യം അദ്ദേഹത്തിൻ്റെ മുഖത്തെഴുതി വച്ചിരിക്കുന്നു. ഈ തെലങ്കാന മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള വിശേഷണങ്ങൾ ശക്തം, ഉയർന്ന ഊർജ്ജസ്വലത, വലിയ ശബ്ദം, ഒന്നിനും മാപ്പ് പറയാത്ത പോരാളി. 2023 അധികാരമേറ്റ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയെക്കുറിച്ചുള്ള വിശേഷണം അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. മണ്ഡല പുനർനിർണയ വിഷയം ദക്ഷിണേന്ത്യയിലാകെ മുഴങ്ങുന്ന ഒരു യുദ്ധപ്രഖ്യാപനമാക്കി മാറ്റിയത് അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ വാദം ലളിതവും എന്നാൽ കേന്ദ്രത്തെ പ്രതിരോധിക്കുന്നതും. ദക്ഷിണേന്ത്യ ജനസംഖ്യ നിയന്ത്രിച്ചു, സാമ്പത്തിക വളർച്ച കൈവരിച്ചു. എന്നാൽ
ഉത്തരേന്ത്യയിൽ ജനസംഖ്യ കൂടിയതിൻ്റെ പേരിൽ ദക്ഷിണേന്ത്യയുടെ പാർലമെൻറ്റ് സീറ്റുകൾ കുറച്ച് ഡൽഹി ഞങ്ങളെ ശിക്ഷിക്കുകയാണോ എന്ന അദ്ദേഹത്തിൻ്റെ ചോദ്യം. സീറ്റ് വിഭജനത്തിന് പകുതി ജനസംഖ്യയും പകുതി സാമ്പത്തിക സംഭാവനയും മാനദണ്ഡമാക്കണമെന്ന് അദ്ദേഹം വാദിക്കുന്നു. ഈ ദക്ഷിണേന്ത്യൻ ആക്രോശത്തിൻ്റെ ശബ്ദമാണ് രേവന്ത് റെഡ്ഡി. സംഘടനാ യന്ത്രം അക്ഷരാർത്ഥത്തിൽ കൈകാര്യം ചെയ്യുന്ന അതിനിപുണനായ ഒരു നേതാവ് DK ശിവകുമാർ വ്യത്യസ്തനാണ്. 8 തവണ MLA ആയ DK കർണാടക മുഖ്യമന്ത്രിയായി അടുത്തിടെ അധികാരമേറ്റു. ദക്ഷിണേന്ത്യൻ കോൺഗ്രസിലെ ഏറ്റവും കരുത്തനായ നേതാവ്, ഏറ്റവും ശക്തനായ സംഘാടകൻ. പണം, കരുത്ത്, സംഘടനാ സംവിധാനം എന്നിവയാണ് DKയുടെ പ്രത്യേകതകൾ. കർണാടക കോൺഗ്രസിനെ തകർച്ചയുടെ വക്കിൽ നിന്ന് സുശക്തമായ സംഘടനാ സംവിധാനത്തിലേക്ക് കൈപിടിച്ച് വളർത്തിയ നേതാവ്. കൂറുമാറ്റങ്ങൾ ശക്തമായപ്പോൾ തൻ്റെ അണികളെ അദ്ദേഹം ഒന്നിച്ചു നിർത്തി. BJPയുടെ ദക്ഷിണേന്ത്യയിലേക്കുള്ള പ്രവേശന കവാടമാണ് കർണാടകയിൽ അദ്ദേഹം കൊട്ടിയടച്ചത്. ആ കവാടത്തിന് കാവൽ നിന്നുകൊണ്ട് DK പറയുന്നു, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് BJPയെ ഞങ്ങൾ ഇനി കടത്തിവിടില്ല. വ്യവസ്ഥിതിയെ മാറ്റിയവൻ എന്ന അലങ്കാരവുമായി ഇപ്പോൾ ഉദിച്ചുയർന്ന താരമാണ് ഇളയ ദളപതി ജോസഫ് വിജയ് എന്ന തമിഴ്നാട് മുഖ്യമന്ത്രി. ഒരു പാർട്ടിയിൽ നിന്നും ദാനമായി കിട്ടിയ രാഷ്ട്രീയ പാരമ്പര്യം അദ്ദേഹത്തിനില്ല. രാഷ്ട്രീയ പാരമ്പര്യമില്ലാത്തത് തന്നെയാണ് ജോസഫ് വിജയുടെ പ്രത്യേകത. രാഷ്ട്രീയത്തിലെത്തി അദ്ദേഹം പതിറ്റാണ്ടുകൾ കാത്തുനിന്നില്ല. പകരം പുറത്തുനിന്ന് ഒരു വലിയ പ്രസ്ഥാനം കെട്ടിപ്പടുത്ത് അധികാരം പിടിച്ചെടുത്ത വ്യക്തി. തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് തലസ്ഥാനത്തേക്ക് കടന്നു ചെന്നപ്പോൾ നിലയ്ക്കാത്ത കയ്യടികൾ. അദ്ദേഹത്തിൻ്റെ ആദ്യ നീതി ആയോഗ് പങ്കാളിത്തം വെറുമൊരു വാർത്ത മാത്രമല്ല, അതൊരു രാഷ്ട്രീയ പ്രഖ്യാപനമാണ്. അവിടെ അദ്ദേഹം വന്നത് കാഴ്ചക്കാരനായല്ല, തന്നെ തുല്യനായ പങ്കാളിയാക്കി അദ്ദേഹം അവിടെ അവതരിപ്പിച്ചു. 39 ലോക്സഭാ സീറ്റുകളുള്ള ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥ, മറ്റാർക്കുമില്ലാത്ത ജനസ്വാധീനം, യുവാക്കളുടെ പിന്തുണ, ഇതാണ് ജോസഫ് വിജയ്. പരമ്പരാഗത രാഷ്ട്രീയ നിയമങ്ങളൊക്കെ അദ്ദേഹം കാറ്റിൽ പറത്തി. ഇന്ത്യൻ രാഷ്ട്രീയം ഇതുവരെ ഇങ്ങനൊരു ഡിസ്റപ്റ്ററെ കണ്ടിട്ടില്ല. ചുരുക്കത്തിൽ ദക്ഷിണേന്ത്യയിൽ BJPക്കുള്ള വെല്ലുവിളി കൂടുതൽ ശക്തമാകുന്ന കാലഘട്ടമാണ് ഇപ്പോൾ നമുക്ക് മുന്നിൽ. സഖ്യങ്ങൾ ഒരിക്കലും കള്ളം പറയില്ല. BJPക്ക് ഉത്തരേന്ത്യയിൽ ഉണ്ടാകുന്ന ഏതൊരു നഷ്ടവും നികത്തണമെങ്കിൽ ദക്ഷിണേന്ത്യയിൽ വേരോട്ടമുണ്ടാകണം. രാജസ്ഥാൻ, ബീഹാർ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്ന സീറ്റ് നഷ്ടങ്ങൾ നികത്തണമെങ്കിൽ ദക്ഷിണേന്ത്യയിൽ നിന്ന് കൂടുതൽ സീറ്റുകൾ നേടണം BJP സഖ്യത്തിന്. എന്നാൽ നിലവിൽ ദക്ഷിണേന്ത്യ BJPക്കെതിരെ ഏറ്റവും ശക്തമായി സംഘടിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ. ഉത്തരേന്ത്യയിൽ രാഹുൽ ഗാന്ധി ഒരു ചെറു ചലനം സൃഷ്ടിച്ചാൽ അത് ഇന്ത്യയിൽ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് കാരണമാകും. കേരളം, തെലുങ്കാന, കർണാടക, തമിഴ്നാട് നിലവിലുള്ളത് BJPക്ക് 29 സീറ്റുകൾ, മറ്റുള്ളവർക്ക് 104. തമിഴ്നാട്ടിലെ 39 സീറ്റുകളിൽ കാലങ്ങളായി BJPക്ക് വലിയ രാഷ്ട്രീയ സ്വാധീനമില്ല. ഇവിടെയാണ് നീതി ആയോഗ് കൗൺസിൽ ഏറെ ശ്രദ്ധേയമാകുന്നത്. ഈ 4 മുഖ്യമന്ത്രിമാരും നീതി ആയോഗ് യോഗത്തിൽ വന്നത് പരാതി പറയാനായിരുന്നില്ല, മറിച്ച് കൃത്യമായ ഡേറ്റയും പദ്ധതികളുമായി ഈ 4 പേർ അവിടെ എത്തി. ദക്ഷിണേന്ത്യ കേന്ദ്രം അവഗണിക്കുന്നു എന്നവർ ശക്തമായി യോഗത്തിൽ ഉന്നയിച്ചു. യോഗത്തിൽ എടുത്തു പറയേണ്ട ചില ശ്രദ്ധേയ നിരീക്ഷണങ്ങളുണ്ട്. ശിവകുമാറിൻ്റെ പണവും സ്വാധീനവും, രേവന്ത് റെഡ്ഡിയുടെ അഗ്രസീവ് ശൈലി, VD സതീശൻ്റെ രാഷ്ട്രീയ വിശ്വസ്തത, ജോസഫ് വിജയിയുടെ ജനപ്രീതിയും സ്വാധീനവും, ഈ ഘടകങ്ങൾ അത്ര നിസ്സാരമല്ല. ഇവയൊക്കെ ചേരുമ്പോൾ ഇന്ത്യൻ പ്രതിപക്ഷത്തിന് പുതിയൊരു വഴിത്തിരിവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. BJPയും അമിത്ഷായുമൊക്കെ ദക്ഷിണേന്ത്യയ്ക്കായി വർഷങ്ങൾ തന്ത്രങ്ങൾ മെനഞ്ഞിരുന്നു. കേരളത്തിലെ കേഡർ വിന്യാസം, തമിഴ്നാട്ടിലെ സഖ്യങ്ങൾ, കർണാടകയിലെ സ്വാധീനം എന്നിവയൊക്കെ ഇതിൻ്റെ ഭാഗം. 2026 ശേഷമുള്ള മണ്ഡല പുനർനിർണയത്തിലൂടെ ഉത്തരേന്ത്യക്ക് കൂടുതൽ സീറ്റുകൾ ലഭിക്കുമെന്ന് BJP കണക്ക് കൂട്ടുന്നു. ഈ 4 സംഘത്തിന് മുന്നിലും ചില വെല്ലുവിളികളുണ്ട്. VD സതീശന് ഇടതുപക്ഷ ഭരണത്തേക്കാൾ മികച്ചൊരു ഭരണം കാഴ്ചവെക്കാൻ കഴിയുമോ? രേവന്ത് റെഡ്ഡിക്ക് തൻ്റെ രാഷ്ട്രീയ ബഹളങ്ങളെ തെലുങ്കാനയ്ക്കുള്ള കേന്ദ്ര ഫണ്ടാക്കി മാറ്റാൻ ശക്തിയുണ്ടോ? DK ശിവകുമാറിന് 2028ഓടെ കർണാടകയിലെ ഭരണവിരുദ്ധ വികാരങ്ങളെ അതിജീവിക്കാൻ കഴിയുമോ? കർണാടകയിൽ സാധാരണയായി ഒരു പാർട്ടിക്ക് തുടർച്ചയായി ഭരണം കിട്ടാറില്ല. ഒരു ഭരണപരിചയവുമില്ലാതെ മുഖ്യമന്ത്രി കസേരയിലെത്തിയ
ജോസഫ് വിജയിക്ക് തൻ്റെ ജനപ്രീതിയെ ഒരു മികച്ച ഭരണ സംവിധാനമാക്കി മാറ്റാൻ ആർജവമുണ്ടോ? എല്ലാറ്റിനുമുപരി ഏറ്റവും ശക്തമായ ചോദ്യം ഇതാണ്: ഈ 4 വ്യക്തികൾക്ക് ഒരുമിച്ച് മുന്നോട്ട് നീങ്ങുവാൻ കഴിയുമോ? 4 ദക്ഷിണേന്ത്യൻ മുഖ്യമന്ത്രിമാർ ഡൽഹിക്ക് നൽകിയ ഒരൊറ്റ വ്യക്തമായ സന്ദേശം. ചുരുക്കത്തിൽ ഇപ്പോൾ ഈ മുഖ്യമന്ത്രിമാർ പറയുന്നത് ഒരു പ്രാദേശിക കഥയല്ല, ഇതൊരു ദേശീയ അധികാരത്തിൻ്റെ കഥയാണ്. ദക്ഷിണേന്ത്യൻ അഭിമാനം വെറുമൊരു വികാരമല്ല എന്ന് ജോസഫ് വിജയ് പറയുന്നു. ദക്ഷിണേന്ത്യൻ വികാരം ഒരു രാഷ്ട്രീയ ശക്തിയാണ്. ഈ 4 സംഘത്തിന് വിജയിക്കണമെങ്കിൽ 3 കാര്യങ്ങൾ കൂടി ഇനി കൂട്ടിച്ചേർക്കപ്പെടണം. യഥാർത്ഥ ഭരണം, ജോലി, ക്ഷേമ പദ്ധതികൾ, വികസനം എന്നിവ ജനങ്ങൾക്ക് നൽകുന്ന ഭരണം. ഉറച്ച ഐക്യം, 4 വ്യത്യസ്ത ശൈലിയിലുള്ള കരുത്തർ ഒരൊറ്റ അജണ്ടയിൽ ഒരുമിച്ച് പ്രവർത്തിക്കണം. മികച്ച സാമ്പത്തിക വാദങ്ങളെ ഇവർ കോട്ടാക്കി മാറ്റാൻ കഴിയുമോ? ഈ മഹത്തായ ദൗത്യം ഇവർ ഏറ്റെടുത്താൽ ഒരുപക്ഷെ ദക്ഷിണേന്ത്യ നിലനിർത്തുക മാത്രമല്ല, ഇന്ത്യയുടെ ദേശീയ രാഷ്ട്രീയ സമവാക്യങ്ങളെ തന്നെ ഇവർ മാറ്റിമറിക്കും. കാലം ഇവർക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം ഇതുതന്നെ. ഇതവഗണിച്ചാൽ ഈ 4 സംഘം വെറുമൊരു ആകർഷക മുദ്രാവാക്യമായി കാലഘട്ടത്തിൻ്റെ യവനികയ്ക്കുള്ളിൽ അസ്തമിക്കും. നമുക്ക് ഉത്തരം കിട്ടാൻ ഇനി വെറും 2 വർഷങ്ങൾ കൂടി കാത്തിരിക്കുക. പ്രേക്ഷകരോടാണ് ഏറ്റവും ശക്തമായ ചോദ്യം: ഈ 4 സംഘത്തിന് ദക്ഷിണേന്ത്യയെ നിലനിർത്താനും ദേശീയ തലത്തിൽ സ്വാധീനമുണ്ടാക്കാനും കഴിയുമോ? അതോ ഉദിച്ചുയർന്ന താരങ്ങൾ അസ്തമിക്കുമോ? പ്രതീക്ഷയോടെ ജനം കാത്തിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.